ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ സംതിങ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പാഠപുസ്തകം വരെ കേട്ടോ കൊണ്ടു നടക്കണത്. ഇന്നലെ ഇതാക്കണത് ഞാൻ ഒരു പേജ് മറച്ചു വെച്ചു, ഇന്ന് ഇതാക്കണത് പുതിയ ഒരു പേജ് എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇതാക്കണം വൈകുന്നേരം മുതലാട്ടോ. എന്നോ നിങ്ങൾ എൻ്റെ ഇതാക്കണം രാവിലെ മുതൽ ഒരു ഉച്ച വരെയല്ലേ കാണലുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അങ്ങ് കണ്ടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം വൈകുന്നേരത്ത് ഇതാക്കുന്നത് ഒരു പേപ്പറും ചുറ്റി പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഇതാക്കണം ഇവിടെ ഒരു ചന്ത തുടങ്ങിയിരിക്കുന്നത്, ചൊവ്വാഴ്ച ഒരു ചന്ത തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പം രാവിലെ പേപ്പർ ഇട്ടപ്പോൾ പേപ്പറിൻ്റെ ഒപ്പം ചാടിയതാണ് നമ്മളെ മുറ്റത്ത്. ഏതായാലും ചാടിയതല്ല, നമുക്കൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഈ ഒരു പഴം, പച്ചക്കറി, ഡ്രസ്സ്, തുണി പണി അങ്ങനത്തെ പരിപാടികളൊക്കെ, അതേപോലത്തെ പാത്രങ്ങൾ അതൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീട്ടമ്മമാരൊരു കാൽമങ്ങനെ ഒരു പെരുപ്പ് വേറാണ്ടല്ലോ. ആ ഒരു പെരുപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ സോപ്പിട്ട് പതപ്പിച്ച് മൂപ്പരെ വൈകുന്നേരത്ത് ഞാൻ ഇതിലാണ് കൊണ്ടുവന്നിക്കണം കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പരെ എങ്ങോട്ടും പോരും, അത് വേറെ കാര്യം. അങ്ങനെ തന്നെ നമ്മൾ ചന്തയ്ക്ക് വന്നിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു ചന്ത എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതാക്കണ ഒരു 3-4 വണ്ടികൾ നിർത്തിയിട്ടിട്ട് അങ്ങനെയാണ് ചന്ത ഉള്ളത്. അപ്പോൾ എനിക്കത് വലിയ താല്പര്യമൊന്നും പെട്ടില്ല. ഞാൻ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ വിചാരിച്ചിട്ട് ഒരു 3-4 പൈനാപ്പിൾ വാങ്ങിയിട്ട് പിന്നെ ചട്ടി വാങ്ങിയിട്ടോ. എനിക്ക് ഓട്ടടൻ്റെ പാത്രം ഇല്ലേന്നു, അതുവരെ ഞാൻ അങ്ങനെ ഓട്ടടൊന്നും ചുട്ടിട്ടില്ല, അതിൻ്റെ റെഡി ആകലുമില്ല. പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ചട്ടി വാങ്ങിയിട്ടില്ലേന്ന്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഏതായാലും ഓട്ടടൻ്റെ ഒരു ചട്ടി വാങ്ങി. ഇതിനിപ്പോൾ 200 തോന്നുന്നു പൈസ പറഞ്ഞത്. ഏതായാലും ആ ഒരു വിലയൊക്കെ കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോന്നിട്ട് വലിയൊരു ചന്ത പ്രതീക്ഷിച്ച് പോയത് ഇത് ഉടായിപ്പിൻ്റെ ഒരു മലയേക്കാണ് ഞാൻ കയറിപ്പോയത്. അതിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ആ ഒരു ചട്ടിയും വാങ്ങി പൈനാപ്പിൾ വാങ്ങി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഏതായാലും ഇപ്പോൾ മമ്പാടത്ത് എത്തിയതല്ലേ, ഫോൺ കടയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാര്യമായിട്ട് ഇതിന് സർജറി വേണ്ട. നമ്മളിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുത്തിക്കണ ഫോണിനൊന്ന് സർജറി വേണം. എന്താ വെച്ചാൽ എന്നാൽ കുഞ്ഞാറ്റതാക്കണ് വീണിട്ട് ഈ ഒരു നമ്മളെ ഫോണിൻ്റെ ഗ്ലാസും പൊട്ടി എല്ലാ കാര്യങ്ങളൊക്കെ പൊട്ടി തകിട് മറിഞ്ഞിങ്ങനെ കിടക്കുന്നു കേട്ടോ. ചിലന്തി വല ഉണ്ടാവില്ല ഇങ്ങനെ, അങ്ങനെയാണ് നമ്മളെ ഫോണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് മേൽ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റിയിടാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അങ്ങനെ അതും അവിടെ ഒരു 10-200 റുപ്യ കൊടുത്താണ്ട് ഇങ്ങോട്ട് പോന്നിക്കണം. പൈസ എല്ലാം നമുക്ക് പൊടിയുണ്ട്. അപ്പോൾ പൊടിയാൻ പാകത്തിന് ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ പൊടിച്ചിട്ടില്ലെങ്കിൽ വേറെ എന്താ രസമല്ലേ. അപ്പോൾ നല്ല ചൂടില്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കടി വാങ്ങിയിട്ട് പോകാമെന്നാണ് വെച്ച്. അപ്പോൾ ഞങ്ങൾ കൊക്കവടയാണ് കേട്ടോ വാങ്ങി, പക്കവട എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് വാങ്ങിയത്. 100 റുപ്യ കൊടുക്കണേ. 100 റുപ്യ കൊണ്ട് എന്ത് വാങ്ങുക? ആകെ ഒരു കമ്മല് വാങ്ങാനുള്ള പൈസ ഉണ്ടാവും. എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാ, എനിക്ക് പോകുന്നല്ലോ ഇപ്പം. ഓള് രണ്ടാളും ആദ്യമായിട്ട് ഒറ്റക്ക് കടക്കാൻ പോവുകയാണ്. കരയില്ലേ സങ്കടം വരുന്നുണ്ട്. കരയില്ലേ അതിനെ എത്ര ഗതിയായിട്ട് പോകാന്ന് കണ്ടല്ലോ. അപ്പൊ അതിന് ഒരു പൂരല്ലേ. അശ്മിക എന്നെ തേച്ചൊട്ടിക്കും. അശ്മിക അതിനെ ബാന്ന് പറയണ തന്നെ തേച്ചൊട്ടിക്കാനായിട്ട്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇടിയാവോ കുട്ടീൻ്റെ ആണ്, അശ്മി മോളതാണത്. അതിലൊരു മാല ഉണ്ട്, എടുത്തിട്ടോ. 100 പൂരത്തിന് സാധനം വാങ്ങണ്ട, എന്തേലും വാങ്ങണ്ടേ. എന്നിട്ട് ചിറ്റപ്പനോട് വാങ്ങിത്തരാണ് പകുതി സാധനം. ഞാൻ ഗൂഗിൾ പേ ഇന്ന് ഏട്ടൻ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ ഗൂഗിൾ പേ അല്ലേന്ന്. അതെന്തിനാ ഒക്കെ ഓളെവിടെ പോയി നിൽക്കായിട്ടാണ് നമുക്ക് ആ ഒരു സംശയം. ഓളവിടെ നിൽക്കുമോ, ഇതുവരെ നിന്നിട്ടില്ലല്ലോ. ഓൻ ചിലപ്പോൾ ഓളടുത്ത് കിണറ്റിലിടും. നേരമൊക്കെ അറിഞ്ഞാലെങ്ങാനും ഓനെങ്ങാനും കിണറ്റിലാണ് ഇടലേക്കാരോ. അതന്നെ ഒറ്റക്ക് ആദ്യമായിട്ട് പോകുകയാണ്. ഇതുവരെ എവിടേക്കും പോയിട്ട് അശ്മികന്റെ ഒപ്പം കടന്നോളും. അശ്മിക ഇതുണ്ടല്ലോ. എന്നാ ഒരുങ്ങിക്ക് വിട്ടോ വണ്ടി. ഇനി എന്താണ് എനിക്ക് എന്തൊക്കെയോ പറയുന്നതാ. ഞങ്ങക്ക് ഒരു സ്ഥലത്തേക്ക് പോകാണ് ഗൈസ്. അതിനാണ് ഇപ്പോൾ അതാ പോള് ഇതായിക്കണ്ടേ. അതാണ് പിന്നല്ലേ. അപ്പൊ ഞാന് ഇതിന് പോയിട്ടില്ലെങ്കിൽ പിന്നെ പോകാനും പറ്റുമോ.
കുറച്ച് ബുദ്ധിമുട്ട് കളിക്കുന്നു. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഗായ്സ്. അത് നമ്മൾ കുറച്ച് എല്ലാ എവിഡൻസ് പറഞ്ഞു. 18 മീറ്ററിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അച്ഛൻ്റെ എനിക്ക് ഇവിടെ ഇന്ത്യയിലാണെന്ന് പറയാൻ എൻ്റെ ഒരു ആധാറും റേഷൻ കാർഡും മാത്രമേ ഉള്ളൂ. പാരസിറ്റമോൾ ഉണ്ട്. ആ വലിപ്പിലുണ്ട്. ആകണ കുട്ടികളെ വലിപ്പിൽ. ഇനി എത്ര പൈസ മതി എടുത്ത 200 ഉറുപ്പ്യ നിൽക്കണ്. വേഗം വിട്ടോ വണ്ടി. ചേട്ടായി അറിഞ്ഞിട്ടല്ലേ പോണം. ആ പച്ച മാക്സി എടുത്തിട വേമന്റെ ഇവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? കുറേ ആൾക്കാർ പറയലുണ്ട് മക്കളായിട്ടുള്ള വീഡിയോ ഇടണം, അതൊക്കെ രസമല്ലേ, മക്കളോട് വർത്താനം പറയണമൊക്കെ രസമല്ലേ, വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോഴാട്ടോ അപ്പോൾ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവറായിട്ട് തന്നെ കൊടുക്കുള്ളേന്ന്. അപ്പോൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ ഇന്നിപ്പം അത് ചൊവ്വാഴ്ചക്കത്തെ ഇന്നലത്തെ വീഡിയോസാണ്. അപ്പം നാളെ ബുധനാഴ്ച അനിയത്തീൻ്റെ നാത്തൂൻ്റെ അവിടെ ഒരു പൂരം നടക്കുന്നുണ്ട് കേട്ടോ. അത് വൈക്കടവ് കാരക്കോട് ക്ഷേത്രത്തിലൊരു പൂരം നടക്കുന്നുണ്ട്, വലിയൊരു പൂരമാണ്. അപ്പോൾ ഏതായാലും മക്കൾ ഇവിടെ പൂരവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ണിമോക്ക് ഏതായാലും പോകാൻ കഴിയില്ല. അതുകൊണ്ട് കുഞ്ഞാറ്റൊറ്റ കണ്ടിട്ട് പോണത്. ആ അടിച്ച ഡ്രസ്സുകളൊക്കെ കൊണ്ടിട്ട് ഓളാണ് പോയി. അതിലാണ് അച്ഛൻ്റെ വിളി വന്നത്. ഇതാകണ് ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ, നമ്മളെ തറവാടിൻ്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഇതാകണ് അഖണ്ഡനാമം നടക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ടുണ്ടോ ചോദിച്ചാണ്ട് ഒരു വിളി വന്നത്. അപ്പം കഴിഞ്ഞില്ലേ ഉണ്ണിമോക്ക് പിന്നെ ഒരു പെരുപ്പായി പോയിട്ട്, ആകപ്പാട് ഒരു പെരുപ്പായി പോയി. ഇക്കും പോണം എന്നുള്ള ഒരു വാശി തന്നെ ആയിപ്പോയി. അങ്ങനെ കുഞ്ഞാറ്റിനെ കൊണ്ടുപോയി ആക്കി വരുമ്പോഴത്തിന് നമുക്ക് ഈ ഒരു ഡ്രസ്സ് അടിച്ചാൽ അത് ഇട്ടിട്ട് പോകാമല്ലോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇന്നെങ്ങനെ അങ്ങോട്ട് ഊറ്റം കൊള്ളിച്ചാണ്ട് ഞാൻ ആ ഒരു സാരീൻ്റെ തലപ്പ ഭാഗം കൂടി ഉള്ളായിരുന്നു കേട്ടോ. ഇതും കൂടി കഴിഞ്ഞ് 6 മീറ്റർ സാരി കഴിഞ്ഞ്. അങ്ങനെ അഖണ്ഡനാമത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇതാക്കണം ആ ഒരു ടോപ്പ് അടിക്കാനുള്ള പരിപാടി. ഒരു ചുരിദാർ ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ കുറച്ച് ശീല പോരെ, ഓക്കാണികൾ വലിയ മെലിഞ്ഞിട്ട് അല്ല ആളല്ലേ, അതുകൊണ്ട് കുറച്ച് ശീല മതി. അപ്പോൾ കയ്യും കാര്യങ്ങളൊന്നും വല്ലാത്തൊരു ടോപ്പ് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് ഇതാക്കണം വെട്ടിക്കൂട്ടി അടിക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ സാരി എന്തായി, ഉഷാറായി, നല്ല അടിയന്തരം കഴിഞ്ഞ് വിലകുളിയും കഴിഞ്ഞ് എല്ലാ പരിപാടിയും അതോടുകൂടി കഴിഞ്ഞ് അതിൻ്റെ കേട്ടോ. അപ്പം അനിയത്തിൻ്റെ കുട്ടിക്കും കുഞ്ഞാറ്റക്കും ഉണ്ണിമോക്കൊക്കെ ഒരു സാരി കൊണ്ടാണ്ട് തീർത്തണ്ട് അടിച്ചു. അപ്പോൾ ഒരു സമാധാനമായിട്ട് ഇതും കൂടിയാണ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മക്കളിൻ്റെ ഇങ്ങനെ തൊയിരം കെടുത്താൻ വരൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അത് അടിക്കുന്ന പണിയാട്ടോ. ആ ഒരു ടോപ്പും കടി അടിച്ചാലാണ് ഇവിടെ ചെവിക്കൊരു സമാധാനം തരുള്ളൂ. അപ്പം അങ്ങനെ അത് ഇരുന്ന് അടിക്കുന്ന പണിയാണ്. ഓൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചാൽ ചിലപ്പോൾ അച്ഛൻ കൊണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഓൾ നേരത്തെ കാലത്ത് ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ മൂപ്പര് വന്ന് ചോറൊക്കെ തിന്നില്ല. ഉച്ചക്കല ചോറൊക്കെ മൂപ്പര് എടുത്ത് തിന്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാകണേ പോരുന്ന വൈക്കൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോരാലോ എന്നുള്ളൊരു കണക്ക് കൂട്ടൽ ഞാനും ഉണ്ണിമോൾ കൂടി ആ ഒരു കണക്ക് കൂട്ടലിൽ മാത്രം നിൽക്കുകയാണ്. ഞാൻ രണ്ടാളല്ലേ ഉള്ളൂ. പിന്നെ മൂപ്പര് ആ ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ തിന്ന് തീർന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടലിൽ ഞാനും ചോറ് വെക്കാതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നെങ്കിൽ ചോളാണ്ടി ഉണ്ടായാലുണ്ട്, അല്ലെങ്കിൽ അമൃതപ്പൊടി അങ്ങനെ എന്തെങ്കിലും മാഗിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട്. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നും വാങ്ങി തിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുത്തുപാള എടുക്കും. രാത്രി പട്ടിണി കിടന്ന് അങ്ങനത്തെ കടക്കേണ്ടി വരുന്നില്ല. ഇതിലെ കണക്കൂട്ടലിലൊക്കെ തന്നെയാണ് ഞങ്ങൾ നിൽക്കണത്. എന്നാലും ഇപ്പോൾ മൂപ്പട്ട് വാങ്ങിത്തരുന്നില്ല പ്രതീക്ഷയും കൂടി ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി. അപ്പോൾ ഏതായാലും ഇത് അടിക്കാനുള്ള പരിപാടിയായിട്ട് അങ്ങനെ ഫൈനൽ ഇതാക്കണം. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ടോപ്പ് പറയുമ്പോൾ അതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലേന്നു. അത് വേറെ രസമുണ്ട്. അപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലേന്നു. എന്നാലും തട്ടിക്കൂട്ടി ഞാൻ ലൈനിങ്ങൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നൈസല്ല, സാരി എന്ന് പറയുമ്പോൾ ഭയങ്കര നൈസല്ലേ. അപ്പം ലൈനിങ് ഇല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഇതാക്കണം ടോപ്പ് അടിച്ച് വൃത്തിയാക്കിയാണ്ട് വെച്ചേക്കണം കേട്ടോ. കൈ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കൈ വെച്ചിട്ടു. ഇച്ചിരി കൈ വെച്ച് അപ്പോൾ കൈ വെക്കാൻ എന്നിട്ട് എന്തോ ഒരു മാതിരി അതിൽ ഇത്തിരി ഒരു കൈയൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ ആ ഒരു മമ്പാട്ടിൽ നിന്ന് വന്ന് ആ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ഒരു ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെയാട്ടോ നിൽക്കണത്. കുളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് അഖണ്ഡനാമത്തിന് അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഉഷാറായിട്ട് പോകാം. അമ്പലത്തേക്കല്ലേ പോണത് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മളെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറൻ ടോപ്പ് തന്നെ ആയിക്കണം. ഇനിയിപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. മൂപ്പത്തിരിയായിട്ട് കുറച്ച് തടിയും വണ്ണവും കാര്യങ്ങളൊന്നുമില്ല, നീളവും ഇല്ല, തടിയില്ല, വണ്ണവും ഒന്നുമില്ല. അതുകൊണ്ട് ഇത്ര മതി. അപ്പോൾ കുറച്ച് തേക്കാനുണ്ട് കേട്ടോ. തേക്കാതെയാണ് ഞാൻ ആ ലൈനിങ്ങൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈനിങ് കാണണോ? അതാണ് ഈ ചുരുണ്ടി മടങ്ങി നിൽക്കണം കേട്ടോ. ലൈനിങ് ഇതാക്കണം ഇങ്ങനെയാണുള്ളത്. പിന്നെ കൈ ഇതാക്കണം ചെറുതാണ് കേട്ടോ വെച്ചിട്ടുള്ള ഒരു ഇത്തിരി കയ്യേ ഉള്ളൂ.
അപ്പോൾ ഇത് ചുരുളി ഇങ്ങനെ നിൽക്കുന്നത് ലൈനിങ്ങിൻ്റെ ഒരു കോട്ടം കൊണ്ടാണ് കേട്ടോ. ലൈനിങ് അറിയുന്നത് പണ്ടൊരു പട്ടുപാടുണ്ടായിരുന്നു മക്കൾക്ക് ഇവിടെ. അപ്പോൾ അത് അലമാരയിൽ കടന്നിട്ട് ഇങ്ങനെ ചീഞ്ഞ് പൊയ്ത്ത് ഇങ്ങനെ കിടക്കിയത്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഞാൻ ലൈനിങ് ആക്കിയതാണ്. തേച്ചതും കൂടി ഇല്ല കേട്ടോ. അതിൻ്റെ തേക്കുന്ന സമയം കൂടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തേച്ചതൊന്നുമില്ല. പിന്നെ ഇടണ നേരത്താണ് ആ തേച്ച് പിടിപ്പിച്ച്. അപ്പോൾ സമയം ഇതാക്കണം അതിക്രമിച്ച് പോകുന്നുണ്ട്. മൂപ്പര ഭാഗത്തുനിന്ന് ഒരു ഇത് കേൾക്കണില്ല കേട്ടോ. പോകുകയെന്നോ ഒരുങ്ങിക്കോളിന്നൊന്നും പറയണമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം കാത്തു നിന്നുകൊണ്ട് പോകുകയല്ലേന്ന് ചോദിച്ചപ്പോൾ എന്നാൽ വേഗം ഒരുങ്ങിക്കോളി, വേഗം പോരണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഒരുങ്ങി. അതിന് പിന്നെ അടിച്ചു വരാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. ഇവിടെ കാകപ്പാടെ വെട്ട് കഷ്ണം കൂടെ നിരങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി വന്നിട്ടാണ് ഉഷാറായിട്ടാണ്ട് അടിച്ചു വരാമെന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതാക്കണം ഇവിടെ ഒരുക്കളാണ്. ഞാൻ പിന്നെ മേലൊക്കെ കഴുകി വേറെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ തേച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തടി മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫിറ്റായി പാകമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ലെഗിൻസ് ജഗിനാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഓളെ സന്തോഷത്തിന് ഇതാക്കണം ഞങ്ങൾ അതിർവരമ്പ് ഉണ്ടായി ചോദിച്ചാണ്ട് ഓളയും കഴിയിട്ട് ഞങ്ങൾ ഇതാക്കണം ചാത്തല്ലൂർക്ക് ക്ഷേത്രത്തേക്ക് വന്നതാണ്. ഇവിടെയാണ് അഖണ്ഡം നടക്കുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയും അവിടെ മുത്തച്ഛി ഇളച്ചി എല്ലാവരും വന്നിട്ടുണ്ടാകും. കാരണം നമ്മളെ തൊട്ടടുത്ത് തന്നെ, നമ്മളെ തറവാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ബൈക്കുമ്പോൾ യാത്ര ചെയ്തപ്പോൾ നമ്മളെ തറവാട്ടിൻ്റെ കുറച്ച് അപ്പുറത്തെത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി. ഇവിടെ ഭയങ്കര തിരക്കുണ്ടോ, ഭയങ്കര തിരക്കാണ് ഇവിടെ. അവിടെ നിന്ന് കാണുന്നില്ല അഖണ്ഡനാമം എന്താണെന്ന് അറിയാത്തവരേക്കാരും കുറച്ച് കൂടുതൽ ആൾക്കാർ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇതിൻ്റെ കുറച്ച് ഓഡിയോ ഒക്കെ ഇതിലിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ മാത്രമാണോ ഇത് ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളവിടെ അങ്ങനെ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. ഇനി വേറെ ജില്ലയിലത്തൊരുക്കൊക്കെ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടൊരു പുതുമ കാഴ്ചയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു മണ്ഡലകാലത്ത് മാത്രം കാണുന്നതാണ് ഈ ഒരു അഖണ്ഡനാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഒരു 2 ചുവടെ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ സ്പീഡിൽ പാടുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ചാടാൻ തോന്നുന്ന ആ ഒരു ഇത് വരലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വരുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ
ഈ എത്ര വയസ്സല്ലോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടു വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്നും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടില്ല. പിന്നെ ഉണ്ണിമോളാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്, തൂണിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓളൊക്കെ ഒരു 4ാം ക്ലാസ്സിലായപ്പോൾ മാല ഇട്ടതാട്ടോ, ഓളൊക്കെ മലക്ക് കൊണ്ടുപോയതാണ്. പിന്നെ കുഞ്ഞാറ്റ ഇട്ടിട്ടില്ല കേട്ടോ, അന്നാണ് ആ കൊറോണ കാലമൊക്കെ ആയിരുന്നു. ഒരു 4ാം ക്ലാസ്സിലെത്തിയപ്പോൾ 10 വയസ്സ് വരെയാണല്ലോ നമുക്ക് മല ചവിട്ടാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾക്ക്, അല്ലെങ്കിൽ ആണുങ്ങൾക്കാണല്ലോ മൊത്തം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാക്കണ അമ്മയും മൂത്തച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിലവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ്, പിന്നെ ഇളച്ചി ഉണ്ടായിരുന്നു, ഓളെ കണ്ടില്ല, അവൾ എവിടെയോ ആണ് പറഞ്ഞു. പിന്നെ തറവാട്ടിലെ ഇളച്ച മാല ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓനും ഉണ്ടായിരുന്നു ഇങ്ങനെ ചവിട്ടാനായിട്ട്, ഓനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇട്ടിട്ടുണ്ട് 4ാം ക്ലാസ്സിൽ നിന്ന്, ഞാനും എൻ്റെ അച്ഛൻ്റെ ഒപ്പം മല ചവിട്ടിയ ആളാണ്. അതൊക്കെ ഒരു ഓർമ്മ കേട്ടോ, മറക്കാനാവില്ല അതൊന്നും. 4ാം ക്ലാസ് അറിയുമ്പോൾ ഒരു 10 വയസ്സിൻ്റെ ഉള്ളിലല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ഓർമ്മയാണ് എനിക്കിപ്പോഴും. ആ ഒരു പോയതിൻ്റെ ഇപ്പോഴും ത്രില്ലിങ്ങിലുണ്ട്. പിന്നെ അനിയത്തി പോയിട്ടുണ്ട്, ഇപ്പോൾ ആങ്ങളെയും കുട്ടിയും മാല ഇടുന്നുണ്ട് കേട്ടോ, നാളെ മറ്റന്നൊക്കെ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ അത് ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു കാലമാണ് കേട്ടോ. ഇറച്ചി മീൻ തിന്നാം, ആ ഒരു ഐത്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമുണ്ട് മനസ്സിന്. അപ്പം അങ്ങനത്തെ ഒരു കാലമാണ്. പിന്നെ അച്ഛനെ വല്ലാതെ ഓർക്കും കേട്ടോ, ഞാൻ ഈ ഒരു മണ്ഡലകാലം വന്ന എൻ്റെ അച്ഛനെ വല്ലാതെ ഓർക്കും. 16 കൊല്ലമായി അച്ഛൻ മരിച്ചിട്ട്. ആ ഒരു ഓർമ്മ ഇങ്ങനെ തേട്ടി വന്നുകൊണ്ട് കേട്ടോ. പിന്നെ കണ്ണില്ലാതാവുമ്പോഴാണല്ലോ എല്ലാവർക്കും കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞമായിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടമാകുകയാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തോളി, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചോളി. ബൈ ടാറ്റ, ബൈ ബൈ, സീ യു.